الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت مئة عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും വളരെ സൂക്ഷ്മതയോടുകൂടി ഗ്രഹിച്ച് തികഞ്ഞ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ പുലർത്തിയും പാലിച്ചും ജീവിതത്തെ ശുദ്ധീകരിക്കാനും ഐഹികവും പാരത്രികവുമായ വിജയം കരസ്ഥമാക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും അവന്റെ പ്രവാചകരിലൂടെ അവൻ വെളിപ്പെടുത്തിയിട്ടുള്ള മാർഗത്തിലൂടെ ഉറച്ച് മുന്നോട്ട് പോകുവാനുള്ള ആന്തരികവും ബാഹ്യവുമായ കരുത്ത് നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിപ്പിക്കുമാറാകട്ടെ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, യെസ്റ്റർഡേ ഈസ് ഗോൺ, ടുമോറോ ഈസ് അൺസർട്ടൺ, ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണ്, നാളെ എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്തതുമാണ്. ഇന്ന് അല്ലെങ്കിൽ വർത്തമാനം അത് നമ്മുടെ ഒരു ഗിഫ്റ്റാണ്, നമ്മുടെ പക്കലുള്ളത് എന്ന സ്വഭാവത്തിൽ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ഈ പറയുന്ന വർത്തമാനം വളരെ ശരിയാണ്, പക്ഷെ വ്യത്യസ്ത പ്രതലങ്ങളിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ, ഇതിനോടൊക്കെയുള്ള സമീപനങ്ങളിൽ വലിയ വ്യത്യാസം വരും. അത് വളരെ സ്വാഭാവികവുമാണ്. ഇന്നത്തെ സന്തോഷമാണ് സന്തോഷം, നാളത്തെ സന്തോഷം എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രമാണ് എന്ന് ചിലർ പറയാറുണ്ട്. ആജിക്ക് ഖുഷിയ ഏക് ഹഖീഖത്ത് കൽക്കി ഖുഷിയ അഫ്സാന ഹെ എന്നൊരു സിനിമാ പാട്ടിൽ വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഇന്ന് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കാലത്തെ അടയാളപ്പെടുത്തുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോഴും ഇവിടെ പറഞ്ഞതുപോലെ വ്യത്യസ്ത പ്രതലങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ജീവിതത്തോടുള്ള നിലപാടുകളിൽ തന്നെ വ്യത്യാസം വരും. ഇന്നത്തെ ജീവിതം ഇന്ന് ജീവിക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇന്നലകൾ കഴിഞ്ഞുപോയതാണെങ്കിലും നമ്മൾ അതിലുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചോർത്ത് വ്യസനിക്കേണ്ടതില്ല. സ്ഥിരമായി ഗിൽറ്റി കോൺഷ്യസ്നെസ് അടിച്ച് അതുപോലെ ഇന്നത്തെ ജീവിതത്തെയും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് മാത്രമേ ഇസ്ലാം അതിനർത്ഥമാക്കുകയുള്ളൂ. അതേസമയം ഇന്നലകൾ അനുസ്മരിക്കപ്പെടാനുള്ളതാണ്. അതിലുള്ള പിഴവുകൾ വർത്തമാനത്തിൽ തിരുത്തുകയും ചെയ്യണം. നാളെ എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നല്ല. അൺസേർട്ടൺ എന്ന് പറയുന്നത് വസ്തുതയാണെങ്കിലും നാളേക്ക് വേണ്ടിയുള്ള ഒരു കരുതിവെപ്പ് ഇന്നുണ്ടാവണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് മുന്നേ നമ്മൾ പറയാറുള്ള ഒരു ആശയമുണ്ട്. വർത്തമാനത്തിൽ ശരിയായി ജീവിക്കുവാൻ നമ്മളെ പരിശീലിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതിന്റെ തെളിവായിട്ട് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ വമൻ തബിയ ഹുദായ വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എന്റെ സന്മാർഗം, എന്റെ ഹിദായത്ത് ആരാണോ പിന്തുടരുന്നത് അവർക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. സാധാരണഗതിയിൽ ഭയമുണ്ടാവുക ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ്. അത്തരം ഭയപ്പാടുകൾ ഉണ്ടാവേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഒരു തവക്കുലിൻ്റെതായ ഒരു ബോധവും കൂടിയുണ്ട്. നാളെ ഇല്ല, അത് അൺസേർട്ടൺ ആണ്, അതുകൊണ്ട് നാളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കേണ്ട എന്നല്ല അതിനർത്ഥം. ഒരു യഥാർത്ഥ മുഅ്മിനിനെ നാളെയെ സംബന്ധിച്ചുള്ള ഭയം ബാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യസനം, വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് വ്യസനവും ഉണ്ടാവുകയില്ല, വ്യഥയും ഉണ്ടാവുകയില്ല. സാധാരണഗതിയിൽ കഴിഞ്ഞുപോയ ജീവിതത്തിലുള്ള നഷ്ടങ്ങൾ ഓർത്തിട്ടാണ് നമുക്ക് സങ്കടം ഉണ്ടാവുക. എന്നാൽ നഷ്ടങ്ങളെ പരിഹരിക്കാനും തിരുത്താനുമുള്ള മാർഗം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ പരിധിക്കപ്പുറത്തുള്ളതിൽ തൗബ എന്നൊരു വഴി വളരെ കൃത്യമായി വരച്ചു തരികയും ചെയ്യുന്നുണ്ട്. അല്ലാതെ പോയി എന്ന നിലക്ക് അത് മറന്നു കളയുക എന്ന അർത്ഥത്തിലല്ല ഖുർആൻ അത് പഠിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കാലാതിവർത്തിയായ ഒരു ജീവിതം എന്ന ഒരു സന്ദേശവും ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. മനുഷ്യന്റെ കർമ്മങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് അവൻ പ്രവർത്തിക്കുന്നതും അതോടൊപ്പം തന്നെ അതിന്റെ അസറുകളും നക്തുബുമാ ഖദ്ദമു വ ആസാറും, അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ അതിന്റെ അടയാളങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നതാണ് എന്ന സ്വഭാവത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കാഴ്ചപ്പാടുകളിലൊക്കെ ഭൂതം, വർത്തമാനം, ഭാവി മുതലായവയിലൊക്കെ ഇസ്ലാമിന്റെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട്. പടച്ചതമ്പുരാൻ നിത്യമായൊരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നുണ്ട് പാരത്രിക ജീവിതത്തിൽ. അവിടെ ഹുൽദ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്, ഖാലിദീന ഫീഹ, ഹുൽദ്. അതേസമയം സാത്താൻ തോട്ടത്തിൽ ആദമിനെ പ്രലോഭിപ്പിക്കുമ്പോഴും ഇതേ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യാ ആദം, നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ അലാ ഷജറത്തിൽ ഹുൽദ് വ മുൽക്കിൻ ലാ യബ്ലാ, നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഒരു മരം. ആ മരം ഹുൽദിന്റെ മരമാണ്, നിത്യതയുടെ മരമാണ്. പക്ഷെ അവിടെ ഈ ഐഹികമായിട്ടുള്ള പരിധികൾക്കകത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ബന്ധനത്തിനകത്ത് സ്ഥിരമായി കഴിയുന്നതിനെ കുറിച്ച് ഉള്ള ഒരു മിഥ്യാ വാഗ്ദാനമാണ് സാത്താൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ കഴിയും. പക്ഷെ അവിടെയും ഉപയോഗിച്ച വാക്ക് ഹുൽദ് എന്ന് തന്നെയാണ്. അപ്പൊ ഇതിലൊക്കെ ഉള്ള കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസം. വർത്തമാനത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് വരുമ്പോൾ ഏറ്റവും പൗരാണികനായ ഒരു നാസ്തികനാണ് ചാർവാകൻ. അദ്ദേഹത്തിന്റെ ഒരു പാഠം ഇവിടെ പലപ്പോഴും ഉദ്ധരിച്ചതാണ്. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ ജീവിതം യാവജ്ജീവം സുഖം ജീവിയത്, ജീവിക്കുന്ന കാലത്തോളം സുഖമായിട്ട് ജീവിക്കണം, ജീവിക്കുന്ന കാലത്തോളം സുഖമായി ജീവിക്കണം. ഭസ്മീ ഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത, ശരീരം മുഴുവൻ പൊടിഞ്ഞ് ഭസ്മമായി പോയി കഴിഞ്ഞാൽ പിന്നെ പുനരാഗമനം സാധ്യമല്ലല്ലോ. അവിടെ ഇനിയൊരു തിരിച്ചുവരവില്ലാത്തത് കൊണ്ട് ഒരു ന്യായവിധിയില്ല, നമ്മുടെ കർമ്മങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്തമില്ല, ഒരു ശക്തിയാലും നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നില്ല. ആകയാൽ ഇന്നത്തെ ജീവിതം സുഖകരമാക്കുക, അവിടെയും ഇന്നത്തെ ജീവിതം എന്ന ഒരാശയം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ വർത്തമാനത്തിൽ ജീവിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതെങ്കിലും സമീപനത്തിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളിവിടെ പറയുന്ന യെസ്റ്റർഡേ ഈസ് ഗോൺ ടുമോറോ ഈസ് അൺസർട്ടൺ ടുഡേ ഈസ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ
അതില് ലിബറൽ സമീപനവും ഇസ്ലാമിന്റെ സമീപനവും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് സമയത്തെക്കുറിച്ചുള്ള കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ വർത്തമാനത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ ചില ആമുഖ വർത്തമാനങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ കേൾപ്പിച്ചത്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇന്നും സഞ്ചരിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുക. അതിൽ സൂറത്തുൽ അസ്റിനെ സംബന്ധിച്ച് പറഞ്ഞു, അതിന്റെ പ്രസക്തിയെക്കുറിച്ചും പറഞ്ഞു. മനുഷ്യരാശിയുടെ മാർഗദർശനത്തിന് അത് മാത്രം മതി എന്ന് ഇമാം ഷാഫിയുടെ ഒരു ഉദ്ധരണി ഇവിടെ കേൾപ്പിച്ചത്. മനുഷ്യരാശിയുടെ മാർഗദർശനത്തിന് ഈ ഒരൊറ്റ വർത്തമാനം മാത്രം മതി. വൽ അസ്ർ എന്ന് പറഞ്ഞാൽ അവിടെ സത്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിംബമുണ്ടല്ലോ, ഒരു പ്രതീകം, അത് കാലമാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലമാണ് സത്യം, മനുഷ്യൻ മഹാനഷ്ടത്തിലാണ്. അതിന് പല രീതിയിൽ അർത്ഥം പറയാം. മുഹമ്മദ് അസദ് പറഞ്ഞിട്ടുള്ളത് കൺസിഡർ ദ ഫ്ലൈറ്റ് ഓഫ് ടൈം എന്നാണ്. വൽ അസ്ർ എന്ന് പറഞ്ഞാൽ അവിടെ അസ്ർ എന്നതിന് കാലം കടന്നു പോകുന്നതായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അത് ശരിയുമാണ്. നിങ്ങൾ കാലം കടന്നു പോകുന്നതിനെ കരുതിയിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ അസ്ർ എന്ന് പറയുമ്പോൾ കാലം എന്ന് മാത്രമല്ല, അതൊരു പ്രത്യേക സമയമെന്നും അർത്ഥമുണ്ട്. അതായത് വൈകുന്നേരത്തെ സമയത്തിന്, സന്ധ്യയോടടുക്കുന്ന സമയത്തിന് അസ്ർ എന്നാണ് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടായിരിക്കാം സയ്യിദ് ഖുതുബിന്റെ ഖുർആൻ തഫ്സീറിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ കാണുന്നത്, ഐ സ്വെയർ ബൈ ദ ഡിക്ലൈനിങ് ഡേ ദാറ്റ് മാൻ ഈസ് എ സർട്ടൺ ലൂസർ. മനുഷ്യൻ മഹാനഷ്ടത്തിലാണ്. അതിന് ഈ അസ്തമിച്ചു പോകുന്ന, അവസാനിക്കാൻ പോകുന്ന ആ ദിവസമാണ് സാക്ഷിയാണ്. അപ്പൊ ദിവസം അവസാനിക്കാൻ പോകുന്നു എന്നത് യഥാർത്ഥത്തിൽ കാലത്തിന്റെ സൂചന തന്നെയാണ്. അപ്പോൾ അവിടെയും കാലം തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവാക്യമായിട്ട്, സത്യപദമായിട്ട് വരുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ എന്തായിരുന്നാലും ആ അർത്ഥത്തിൽ സമയം എന്ന് പറയുന്നതിന്റെ ഒരു പ്രാധാന്യം, അതിന്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ സമയത്തിന്റെ ചില അത്ഭുതങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ആപേക്ഷികതയെ കുറിച്ച് പറഞ്ഞിരുന്നു. സമയത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന തലത്തിൽ നിന്നുകൊണ്ടാണ്. അവിടെയാണ് ബോർഹസിന്റെ കഥയൊക്കെ നമ്മൾ ഉദ്ധരിച്ചത്. ബോർഹസിന്റെ കഥയിൽ ആ പറയുന്ന ജൂതനായ നാടകകൃത്തിന്റെ, നാസികളാൽ ബന്ധിതനാക്കപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ആ ഒരു നാടകകൃത്തിന്റെ അനുഭവത്തിലുള്ള ചില സംഗതികളാണ് അദ്ദേഹം ആ കഥയിൽ പറയുന്നത്. പക്ഷെ അതിന്റെ കഥയുടെ തുടക്കമായിട്ട് ഖുർആനിൽ നിന്നൊരു വാക്യം ഉദ്ധരിക്കുന്നതിനെ സംബന്ധിച്ചും പറഞ്ഞു. അതീ പറഞ്ഞ പോലെ കാലം പലർക്ക് പലതായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. പലർക്ക് പലതായിട്ട് അനുഭവപ്പെടുന്നു. ഇതിലൊക്കെയും തന്നെ ആ അർത്ഥത്തിലുള്ള അന്യാപദേശപരമായ അലിഗറിക്കലായിട്ടുള്ള പാഠങ്ങളുണ്ട് എന്നും മനസ്സിലാക്കേണ്ടതാണ്. അവിടെ ബോർഹസ് ഉദ്ധരിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 259 ആയത്താണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ ഉദ്ധരിച്ചത്. അതില് ഒരു മനുഷ്യൻ അങ്ങനെ യെരുശലേം, തകർന്ന യെരുശലേം എന്ന ആയത്തിൽ പേര് പറയുന്നില്ല, ആ മനുഷ്യൻ ആരാണെന്നും പറയുന്നില്ല. അത് എസ്ര ആണ് അല്ലെങ്കിൽ ഉസൈർ ആണ് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എസ്ര എന്ന് പറഞ്ഞാൽ യൂതരിലെ ഒരു പ്രമുഖ പണ്ഡിതനാണ്. മറ്റൊരു വ്യാഖ്യാനം അനുസരിച്ച് അത് ഇസക്കിയേൽ അല്ലെങ്കിൽ യെഹസ്കേൽ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ്. ഇതിൽ രണ്ടിൽ ആരാണെങ്കിലും അത് യഹൂദ പാരമ്പര്യവുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന് തിരിച്ചറിയാം. ശരിക്കും പറഞ്ഞാൽ ആ യഹൂദ പാരമ്പര്യത്തെ ഇസ്ലാമിക പാരമ്പര്യവുമായിട്ട് ചേർത്ത് വെക്കുകയാണ് ബോർഹസും ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഖുർആൻ തന്നെ ചെയ്യുന്ന പണിയാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ബോർഹസ് പറയുന്നത് ജെറോമ്യ ലാഡക് എന്നൊരു യൂതന്റെ കഥയാണ്. യൂതനായ ഒരു നാടകകൃത്തിനെ നാസി ഫയറിംഗ് സ്ക്വാഡ് വെടിവെച്ച് കൊല്ലുന്നതിന്റെ കഥയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ കഥയുടെ തിലകമായിട്ടാണ് ഈ പറയുന്ന ഖുർആൻ ആയത്ത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു യഹൂദ പാരമ്പര്യത്തെയും മുസ്ലിം പാരമ്പര്യത്തെയും തമ്മിൽ ചേർത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആ രീതിയിൽ തന്നെയാണ് ഈ കഥയെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാരാണ് എന്ന് പറയുന്നില്ല, സന്ദർഭം ഏതാണ് എന്ന് പറയുന്നില്ല. പക്ഷെ വ്യാഖ്യാനങ്ങളിൽ അത് ഉസൈർ ആണ് അല്ലെങ്കിൽ എസ്ര ആണ്, യെഹസ്കേൽ ആണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കാണാം. അപ്പോൾ അതിലെന്താ സംഭവം? തകർന്ന നഗരത്തിലൂടെ നടക്കുന്ന, ആ നഗരം യെരുശലേമാണ് എന്ന് വിചാരിക്കാം. കാരണം അതാകെ തകർന്നു പോയ സന്ദർഭം ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈനി വലതഅലുന്ന ഉലുവൻ കബീറ എന്ന് നിങ്ങളുടെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ ഓർമ്മിപ്പിക്കുന്ന ഒരു സംദർഭം. നിങ്ങൾ ലോകത്ത് 2 വട്ടം കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ആ കുഴപ്പങ്ങളുടെ ഫലമായിട്ട് പിന്നെ സംഭവിക്കുന്നത്
വകാന വഅദൻ മഫഊല എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ ഒന്നാമത്തെ സന്ദർഭം കഴിഞ്ഞപ്പോൾ നമ്മുടെ ദാസരിൽ നിന്ന് കരുത്തരായ ചില ആളുകൾ നിങ്ങൾക്ക് നേരെ ഇറങ്ങി വന്നു. എന്നിട്ട് നിങ്ങളെ മുച്ചൂട് നശിപ്പിച്ചു കളഞ്ഞു, നിങ്ങളുടെ നഗരത്തെ തന്നെ തകർത്ത് കളഞ്ഞു എന്ന മട്ടിലാണ് ഖുർആൻ വിവരിക്കുന്നത്. ആ ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ അത് അസീറിയൻ ആക്രമണമാണ്. അസീറിയയിൽ നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം, ആ ആക്രമണത്തോടു കൂടി യെരുശലേം നഗരം തകർന്ന് തരിപ്പണമായി. എല്ലാവരെയും പിടിച്ച് കൊണ്ടുപോയി അവിടെ അടിമകളാക്കുകയും ചെയ്തു. അവിടെ നിന്ന് എല്ലാവരും പുറത്താക്കുകയും ചെയ്തു. ബാക്കിയായി പോയവരിൽ ഒരാളാണ് ഈ പറയുന്ന എസ്ര. അദ്ദേഹം ആ നഗരത്തിലൂടെ നടക്കുമ്പോഴായിരിക്കാം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക. പറഞ്ഞിട്ടുണ്ടല്ലോ പടച്ചോൻ കിതാബില്, നിങ്ങൾ 2 പ്രാവശ്യമാണ് കുഴപ്പമുണ്ടാക്കുക. അതായത് അപ്പൊ ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും, നിങ്ങൾ നന്മയിലേക്ക് ധർമ്മത്തിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ നഗരത്തിലേക്ക് തന്നെ വരും. യെരുശലേം എന്ന് പറഞ്ഞാൽ നന്മയുടെ അടയാളമാണ്. യെരുശലേം അല്ലെങ്കിൽ അൽ ഖുദ്സ് എന്ന് അറബിയിൽ പറയുന്ന യെരുശലേം നഗരം നന്മയുടെ അടയാളമാണ്. അത് അങ്ങനെ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ സയണിസ്റ്റ് ആയിരുന്ന ഒരു റബ്ബി പിൽക്കാലത്ത് സയൺ എന്ന പേര് അദ്ദേഹത്തിന്റെ എല്ലാ ലേഖനങ്ങളിൽ നിന്നും വർത്തമാനങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹെർസലോ മറ്റോ മുന്നോട്ട് വെക്കുന്ന സയണിസം അല്ല എന്റെ ദർശനം, അതുകൊണ്ട് തന്നെ അത് മാറ്റി. സയൺ അല്ല, മറിച്ച് യെരുശലേമാണ് ശരി എന്ന് അദ്ദേഹം പറയുമ്പോൾ അതോടുകൂടി അർത്ഥവും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രവും ഒക്കെ മാറി അദ്ദേഹം വളരെ കൃത്യമായിട്ട് യഹൂദ പാരമ്പര്യത്തെ തന്നെ അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് റബ്ബി അബ്രഹാം ഇസ്ഹാഖ് കുക്ക് എന്നയാളാണ്. അപ്പോൾ അദ്ദേഹം മുൻകാലത്തുള്ള സയനിസ്റ്റുകളുടെയും മറ്റുമൊക്കെ നിലപാടുകളെ മുഴുവൻ വിമർശിക്കുകയും ചെയ്തു. അപ്പൊ ആ യെരുശലേം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണ്? അർദുൽ മുഖദ്ദസ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, വിശുദ്ധമായ ഭൂമി. അപ്പോൾ അങ്ങനെ ഒരു ഭൂമിയെ വീണ്ടും എങ്ങനെയാണ് പടച്ചതമ്പുരാൻ പുനരുജ്ജീവിപ്പിക്കുക എന്ന് ചിന്തിച്ച സമയത്താണ് ഇദ്ദേഹം പിന്നീട് അങ്ങോട്ട് ഉറങ്ങിപ്പോയത്. ഉറക്കമുണർന്നതിന് ശേഷമുള്ള സംഭവമാണ് ബോർഹസ് ഉദ്ധരിക്കുന്ന ഭാഗം. അതാണ് നമ്മൾ ഇവിടെ ഓതി കേൾപ്പിച്ചതും. കാല കം ലബിസ്. അയാളോട് ചോദിച്ചു, നീ എത്ര കാലം കഴിച്ചു കൂട്ടി? പടച്ചോൻ ചോദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ അയാൾക്ക് നേരെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ കം ലബിസ്, നീ എത്ര കാലം കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ കാല ലബിസ്തു യൗമൻ ഔ ബഅദയോ, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം. കാല ബൽ ലബിസ്ത മിഅത, അങ്ങനെയല്ല, നീ 100 കൊല്ലം കഴിച്ചു കൂട്ടി എന്നാണ്. നീ 100 കൊല്ലം കഴിച്ചു കൂട്ടി. പക്ഷെ 100 കൊല്ലം കടന്നു പോയത് ഇയാൾ അറിഞ്ഞിട്ടില്ല. ഇയാൾ ഉറങ്ങിപ്പോയി എന്നതാണ് ന്യായമെങ്കിലും 100 കൊല്ലം അങ്ങോട്ട് കടന്നുപോയി. ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദിവസമായിട്ട് അനുഭവപ്പെട്ടു. ചുറ്റിലുമുള്ള ലോകത്തിന് അത് 100 കൊല്ലമായിരുന്നു. ഇതാണ് അതിലുള്ള വ്യത്യാസം. അതിന്റെ ആപേക്ഷികത എന്ന് പറയുന്നത് അതാണ്. എന്നിട്ട് പടച്ചതമ്പുരാൻ പറയുന്നു, ഫൻദുർ ഇലാ തുആമിക വശറാബിക ലം യതസൽ, നീ നിന്റെ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും നോക്കുക, അതൊട്ടും കേടായിട്ടില്ല. നീ നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ള ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും ഒക്കെ പാനീയത്തിലേക്കും ഒക്കെ നോക്ക്, അതൊട്ടും കേടായിട്ടില്ല. അതേസമയം വൻദുർ ഇലാ ഹിമാരിക, നീ നിന്റെ കഴുതയെ നോക്ക്, നീ നിന്റെ കഴുതയെ നോക്ക്. പിന്നെന്താ സംഭവിച്ചതെന്ന് പറയുന്നില്ല. പക്ഷെ തുടർന്നുള്ള വചനങ്ങളിൽ നിന്ന് കഴുതയാകെ ജീർണിച്ച് പൊടിയായി പോയിരിക്കും. ആ കഴുതയാകെ ജീർണിച്ച് പൊടിയായിരിക്കുന്നു. എന്നിട്ട് പടച്ചതമ്പുരാൻ പറയുന്നത് വല നജഅലക ആയത്തൻ ലിന്നാസ്, ഇപ്രകാരം നിന്നെ ജനത്തിന് നാം ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു എന്നാണ്. ഇവിടെ ആ കാലവുമായി ബന്ധപ്പെട്ട അനുഭവത്തിലുള്ള വ്യത്യാസം, ആ അനുഭവത്തിലുള്ള വ്യത്യാസത്തെയാണ് യഥാർത്ഥത്തിൽ ബോർഹസ് അദ്ദേഹത്തിന്റെ കഥയിൽ കൊണ്ടുവന്നത്. അത് ഖുർആൻ ആയത്തിന്റെ അകമ്പൊടിയോടുകൂടി തന്നെ. ഇവിടെ മറ്റൊന്നും കൂടി പറഞ്ഞു, കൃത്യമായിട്ട് യഹൂദ പാരമ്പര്യത്തെ ഇസ്ലാമിലേക്ക് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കുറച്ച് ഗുണപാഠങ്ങൾ. ആ ഗുണപാഠങ്ങളിൽ ഒന്നാമത്തത് ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ, ദൈവികമായ ഇടപെടൽ. അതിലെ അത്ഭുതങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായിട്ട് സംഭവിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ നിയമങ്ങൾ കൊണ്ട് നിർവചിക്കാനോ കണക്കാക്കാനോ സാധിക്കാത്ത ഒന്നാണ് പടച്ചതമ്പുരാന്റെ ഇടപെടൽ. അങ്ങനെയാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് തന്നെ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അത്ഭുതങ്ങൾ വെച്ചുകൊണ്ട് എന്തോ ഒരു മായാജാലത്തിന്റെ മതം സൃഷ്ടിക്കാനോ അങ്ങനെ ഒരു മന്ത്രവാദം നടത്താനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതീക്ഷിക്കാനോ ഒന്നുമല്ല പടച്ചോൻ പറഞ്ഞിട്ടുള്ളത് എന്നും മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു ഇടപെടുന്നു പറഞ്ഞിട്ട് കയ്യും കെട്ടി വെറുതെ ഇരിക്കാൻ മനുഷ്യരോട് പടച്ചോൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു സമയമുണ്ടെങ്കിൽ ആ സമയം നിങ്ങളുടേതാണ്, നിങ്ങൾ ആ സമയത്ത് പണിയെടുക്കുക തന്നെ വേണം. ഇതാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. നിങ്ങൾ ആ സമയത്ത് പണിയെടുക്കുക തന്നെ വേണം. എന്നാൽ നിങ്ങളുടെ പണിയിലും പടച്ചതമ്പുരാന്റെ ഇടപെടൽ ഉണ്ടാവും.
ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ യാന്ത്രികമായിട്ടുള്ള വിധിവാദത്തെ ഇസ്ലാം തള്ളിക്കളയുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളൊക്കെ ചിലര് വിചാരിക്കാറുണ്ട് എല്ലാം പടച്ചോൻ തീരുമാനിച്ചാണ്. പടച്ചോന്റെ തീരുമാനം ഉണ്ട്, പക്ഷെ പടച്ചോന്റെ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന തീരുമാനം. അല്ല അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അതും കൂടി മനസ്സിലാക്കണം. അല്ലാഹു പലതും തീരുമാനിച്ച കൂട്ടത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നും പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾക്ക് നമ്മളാണ് ഉത്തരവാദി. നമ്മൾ ഉത്തരവാദിയാകുന്നുണ്ടെങ്കിൽ അതിന്റെ ന്യായം നമ്മൾ തീരുമാനിച്ചതാണത് എന്നത് തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ദൈവികമായ ഇടപെടൽ എന്ന് പറയുമ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് എന്തോ ഒരു അത്ഭുതം സംഭവിക്കാറുണ്ട് എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയല്ല, മറിച്ച് പല രീതിയിലും ചിലപ്പോഴൊക്കെ വളരെ ഭൗതികമായ സ്വഭാവത്തിൽ. ഇപ്പോ മുൻകാല സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടത് പ്രകൃതിയുടെ ഇടപെടലിലൂടെയാണ്. അവിടെ പ്രത്യക്ഷത്തിൽ ഭൗതികമായിട്ട് മാത്രം വീക്ഷിക്കുന്നവർക്ക് അതിലൊരു അത്ഭുതമില്ല. നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാലത്ത് ഒരു വലിയ പ്രളയമുണ്ടായി. പ്രളയത്തിൽ ആളുകൾ മുഴുവൻ മുങ്ങിപ്പോയി. എന്താ കുഴപ്പം? ഭൗതികമായി വായിക്കാവുന്നതാണ്. ചരിത്രത്തിൽ അങ്ങനെ എഴുതി വെക്കുള്ളൂ, അല്ലാതെ പടച്ചോൻ അങ്ങനെ പ്രളയം ഇറക്കി എന്നതിൽ പറയില്ലല്ലോ. അതേസമയം അള്ളാന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. ആ ഇടപെടൽ വളരെ കൃത്യമായി ഭൗതികമായ രൂപത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ് സമൂഹത്തിന്റെ കാലത്ത് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റ് ഇപ്പോഴും ഉണ്ടാവാലോ. സമൂത് ഗോത്രത്തിന്റെ കാലത്താണെങ്കിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡിവൈൻ ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോഴും അത്ഭുതങ്ങളെ കാത്തു നിൽക്കാനല്ല, വളരെ സ്വാഭാവികമായി തന്നെ. വേറെ ചിലയിടത്ത് പറയുന്നത് ഒരു സമൂഹത്തെ മറ്റൊരു സമൂഹത്തെ കൊണ്ട് പടച്ചതമ്പുരാൻ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിക്കുന്നില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാവുമായിരുന്നു. അപ്പോൾ ഒരു വിഭാഗവും മറ്റൊരു വിഭാഗവും തമ്മിലുള്ള പോരാട്ടത്തെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. അതും വളരെ ഭൗതികമായിട്ട് നടക്കുന്നതാണ്, അല്ലാതെ എന്തോ അത്ഭുതങ്ങൾ കാത്തിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവികമായ ഇടപെടൽ ഉണ്ടാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയമാണ് നമ്മുടെ മൂലധനം എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ ഇതിലെ പാഠം ദൈവികമായ നീതിയാണ്. ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നതാണ്. അത് പരമമായ നീതിയാണ്, അല്ലെങ്കിൽ കേവലമായ നീതിയാണ്. ഇതെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ സാധ്യമാണ്. ഈ ലോകത്ത് കേവല നീതി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ജസ്റ്റിസ് എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരുപാട് ചിന്തകരുണ്ട്. അത് വസ്തുതയുമാണ്. അബ്സല്യൂട്ട് ജസ്റ്റിസ് എന്ന് പറയുന്നത്, പരമമായ നീതി എന്ന് പറയുന്നത് ഈ ലോകത്ത് സാധ്യമല്ല. പ്ലേറ്റോയെ പോലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലൊക്കെ അങ്ങനെ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചവരാണ്. ഈ ലോകത്തത് സാധ്യമല്ല. സ്വാഭാവികമായും മറ്റൊരു ലോകത്തെയും മറ്റൊരു ജീവിതത്തെയും ആവശ്യപ്പെടുകയാണ് അത് ചെയ്യുന്നത് എന്നും തിരിച്ചറിയാൻ കഴിയും. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിന്റെ ഒരു അനിവാര്യത ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനൊന്നും വേണം. നമ്മുടെ മാനുഷികമായിട്ടുള്ള നൈതിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ പോലും അങ്ങനെ ഒരു ലോകവും അങ്ങനെ ഒരു വിചാരണയും അങ്ങനെ ഒരു ജീവിതവും അത് അനിവാര്യമാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ ചെന്നെത്തും. ഇതിന്റെ രണ്ടാമത്തെ വലിയൊരു പാഠം അതാണ്. മൂന്നാമതൊരു സംഗതി കൂടിയുണ്ട്. നമ്മുടെ ചിന്ത, ഭാവന, സർഗാത്മകത എന്നിവയുടെ കരുത്ത്. ബോർഹസിന്റെ കഥ തന്നെ പറഞ്ഞാൽ അത് ആധികാരിക പ്രമാണമൊന്നുമല്ല. എന്നാലും ആ കഥയിൽ എന്താ പറയുന്നത്? ലാടക്കിന് പടച്ചതമ്പുരാൻ 1 കൊല്ലം സമയം വർദ്ധിപ്പിച്ചു കൊടുത്തു. പക്ഷെ മറ്റുള്ളവർക്ക് സമയം കുറയാതെ തന്നെ. അതാണ് സംഭവിച്ചത്. 1 സെക്കൻഡാണല്ലോ ആ കഥ. ഓർക്കുക, നാസി ഫയറിംഗ് സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം അത് 1 സെക്കൻഡാണ്. പക്ഷെ ലാടക്കിന് അത് 1 കൊല്ലമായി മാറി. ആ 1 കൊല്ലം പടച്ചതമ്പുരാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് എന്തിനാണെന്നറിയോ? നാടകം എഴുതാൻ വേണ്ടിയിട്ടാണ്. നാടകം എഴുതാൻ വേണ്ടിയിട്ടാ. മനുഷ്യന്റെ സർഗാത്മക പ്രവർത്തനങ്ങളെ ഇങ്ങനെയും നമുക്ക് വിലയിരുത്താം. അപ്പൊ അതിന്റെ ഒരു കരുത്തുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. പക്ഷെ അവിടെയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം എന്ന് പറയുന്നത് സമയം തന്നെയാണ്. നമ്മുടെ ഭാവനയെക്കാളും നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കടലാസ്, പേന മുതലായ സംഗതികളെക്കാളും ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായി മാറുന്നത് സമയം തന്നെയാണ്. അതുകൊണ്ടാണ് 1 കൊല്ലം നീട്ടി കൊടുക്കേണ്ടി വന്നു. 1 കൊല്ലം പടച്ചതമ്പുരാൻ നീട്ടിക്കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കഥ നമ്മൾ ഒരു വലിയൊരു പാഠമായിട്ട് സ്വീകരിക്കുമ്പോൾ ഇവിടെയും അതൊക്കെ തന്നെയാണല്ലോ സംഭവിച്ചത്. എസ്ര എന്ന് പറയുന്ന ഒരു മനുഷ്യനെ 100 കൊല്ലം റബ്ബ് ഉറക്കിക്കിടത്തി. എന്തിനാണെന്നറിയോ? മൂപ്പരുണ്ടാവണം. മൂപ്പര് തോറ കാണാതെ പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. തൗറാത്ത് കാണാതെ പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. തൗറാത്തിന്റെ ഏക പ്രതി യെരുശലേം ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏക കോപ്പി ഇവര് അസീറിയക്കാർ വന്നിട്ട്, ബാബിലോണിയക്കാർ വന്നിട്ട് കത്തിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഇല്ലല്ലോ. ഈ ഇല്ലാത്ത സാധനം ഇദ്ദേഹം മറക്കരുത്, അതിന് അദ്ദേഹത്തിന് സമയം കൊടുക്കരുത്. അതേസമയം ജൂതന് തിരിച്ചു വരാൻ സമയമായിട്ടുമില്ല. പടച്ചോന് ഓരോന്നിനും ഓരോ സമയമുണ്ട്. സമയമാണ് നമ്മുടെ വിഷയം എന്ന് മനസ്സിലാക്കണം. ജൂതന് വീണ്ടും കുദിസിലേക്ക് വരാനുള്ള സമയമായിട്ടില്ല.
ആ സമയമാകുമ്പോഴേക്ക് ഈ പിന്നെ തൗറാത്ത് എന്ന് പറയുന്നത് നഷ്ടപ്പെടാൻ പാടില്ല. അത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഇദ്ദേഹം അത് മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ജാമിനിയ സുനഹദോസ് എന്ന് പറഞ്ഞിട്ട് ജൂതരുടെ ഒരു സുനഹദോസ് വന്നിരുന്നു ആധുനിക കാലത്ത്. അതിലാണ് ഈ തൗറാത്തും അതിനുശേഷമുള്ള കുത്തുബിയും നബിയും എന്നൊക്കെ പറയുന്ന പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ തനാക്കിന്റെ ഭാഗങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത്. അതിന്റെ ഒരു ബേസ് എന്താണെന്ന് വെച്ചാൽ എസ്ര എന്ന് പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്നാണ്. വിരുദ്ധമായ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള വേറെ വിഷയമാണ്. അപ്പൊ അത്രമേൽ പ്രാമാണികതയുള്ള ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഈ മനുഷ്യന്റെ ഓർമ്മ നഷ്ടപ്പെടാതെ 100 വർഷം ഉറക്കി കിടത്തി. കാരണം എന്തെന്നാൽ ഉറങ്ങി എണീറ്റപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഉറങ്ങി എന്നാണ് വിചാരിച്ചത്. ആ ഒരു ദിവസം ഉറങ്ങി എന്ന് വിചാരിക്കുന്ന മനുഷ്യന് തൊട്ട് തലേന്ന് വരെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറന്നുപോയിട്ടില്ല. ബോധത്തോടു കൂടി 100 കൊല്ലം ജീവിച്ച മനുഷ്യനാണെങ്കിൽ അത് മറന്നുപോകുന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോഴങ്ങനെ ആ ഓർമ്മയുടെ ആ ഒരു സമയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൂടിയാണ്. അവിടെ ഓർമ്മയുടെ, ഭാവനയുടെ, ചിന്തയുടെ, സർഗാത്മകതയുടെ ഒക്കെയും കരുത്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ലാടക്കിന്റെ കഥയിൽ 4മതൊരു ഗുണപാഠം കൂടിയുണ്ട്. അഭിലാഷത്തിന്റെ ഒരു തീവ്രതയാണ്. നമ്മളൊരു സംഗതി വളരെ തീവ്രമായിട്ട് തന്നെ അഭിലഷിക്കുക, ആഗ്രഹിക്കുക, ഒരു നന്മ അതുകൊണ്ടുണ്ടാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ സമയം കിട്ടോ ഇല്ലോ എന്നുള്ളത് വേറെ വിഷയം. മാത്രവുമല്ല അതിനാവശ്യമായത് പ്രവർത്തിക്കുകയും ചെയ്യുക ഉള്ള സമയത്തിനകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരം നടുന്നതിനെ കുറിച്ച് പറഞ്ഞ പോലെയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ നാളെ ലോകാവസാനമാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും ഇന്ന് അത് നടണം എന്നാണ്. കാരണം ഇന്ന് അവന്റെ കൂടെയുണ്ട്, അവന്റെ സമയമാണത്, അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനമാണ്, ക്യാപിറ്റലാണത്. ഹസൻ ബസരി ഒരിക്കലും ഈ ഐസ് വിൽപ്പനക്കാരന്റെ അടുത്ത് പോയൊരു കഥയുണ്ട്. ഐസ് വിൽപ്പനക്കാരൻ അപ്പം ആരും ഐസ് വാങ്ങാതിരിക്കുമ്പോൾ ഇയാൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എന്റെ ഈ ഐസ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്റെ ക്യാപിറ്റൽ, അവിടെ ഫിനാൻസ് ക്യാപിറ്റലാണ് ഉദ്ദേശിച്ചത്. ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു സംഗതിയാണെങ്കിലും ഐസ് വിൽപ്പനക്കാരൻ ഉണ്ടാവുമല്ലോ ഒരു ക്യാപിറ്റൽ. അയാൾ പറയാണ് എന്റെ മൂലധനം ഉരുകിപ്പോവുകയാണല്ലോ. അപ്പൊ ഹസൻ ബസരി പറഞ്ഞു, നിന്റെ മൂലധനമല്ല, നിന്റെ സമയമാണ് ഉരുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ സമയമാണ് ഉരുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാധനം വിൽക്കാൻ വേണ്ടി പെട്ടെന്ന് നീ എന്തെങ്കിലും ചെയ്യണം, ഹലാലായിട്ടുള്ള പരസ്യമാർഗങ്ങൾ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ബിസിനസ് തന്ത്രങ്ങളും കൂടിയാണ് ഹസൻ ബസരി പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിന്റെ സമയം അതൊരു മെൽറ്റിംഗ് ക്യാപിറ്റലാണ്, അത് ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റലാണ്. അത് ആ സമയത്ത് തന്നെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് തീവ്രമായ അഭിലാഷം, അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ കാലത്തിന്റെ ആപേക്ഷികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ആ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇത് മാറുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കും അതിന്റെ ദാർശനികമായിട്ടുള്ള താരതമ്യത്തിലേക്കും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മുടെ കാലമാണ്, നമ്മുടെ വർത്തമാനമാണ്. അതിനെ ഏറ്റവും ശരിയായ, ഏറ്റവും നീതിപൂർവകമായ, ഏറ്റവും ധാർമ്മികമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെല്ലാവരെയും തുണക്കുകയും നമ്മെല്ലാവരെയും അവന്റെ പരീക്ഷണങ്ങളിൽ വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.